ക്രിസ്തുദർശനം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലോകപ്രശസ്ത ആംഗല കവിയായ ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന കാവ്യമാണ്. ഷേക്സ്പിയറിന് ശേഷം ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ ആംഗല കവിയാണ് ജോൺ മിൽട്ടൺ. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളിൽ ഇംഗ്ലണ്ടിലാകമാനം അലിയടിച്ചുയരുകയും പിന്നീട് യൂറോപ്പിനെ മുഴുവൻ പിടിച്ചുലയ്ക്കുകയും ചെയ്ത വളരെ പ്രചണ്ഡമായ സാമൂഹിക പ്രക്ഷോഭങ്ങളുടെ ആത്മാവും നാവുമായിരുന്നു മിൽട്ടൺ. ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിൽ സമർത്ഥമായി സംഘടിക്കപ്പെട്ട ആ പ്രക്ഷോഭങ്ങളുടെ ഫലമായി ഇംഗ്ലണ്ടിലെ രാജാവിനെ ചാൾസ് ഒന്നാമനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് തലയറുത്ത് കൊല്ലുന്നതിൽ എത്തിപ്പെട്ടു ആ പ്രക്ഷോഭങ്ങൾ, പരമ്പരകൾ. തുടർന്ന് ക്രോംവെല്ലിൻ്റെ ഭരണമാണ് വന്നത്. പ്യൂരിറ്റന്മാരുടെ ഭരണം എന്ന് പറയും. സദാചാര കാര്യങ്ങളിലെ അതിനിഷ്കർഷ പുലർത്തിയിരുന്ന ആ ഭരണം ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മടുത്തു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇംഗ്ലണ്ടിലെ ജനങ്ങൾ പൊതുവെ ഉല്ലാസപ്രിയരാണ്. അവർ ക്രോംവെല്ലിൻ്റെ മരണം വരെ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ 1660 ആയപ്പോഴേക്കും അവർ തങ്ങൾ തലയെറുത്ത രാജാവിൻ്റെ മകനെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിലെ സിംഹാസനത്തിലിരുത്തി. അതോടെ അന്ന് വരെ രാജാധികാരത്തിന് എതിരായിട്ട് നിന്ന ആളുകളും പ്രസ്ഥാനങ്ങളുമൊക്കെ അപ്രസക്തരും അതുപോലെ തന്നെ അനഭിലഷണീയരുമായി. അങ്ങനെ വലിയ ഒരു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഘട്ടത്തിലേക്ക് മിൽട്ടൺ പ്രവേശിക്കുകയായിരുന്നു. ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന് കാഴ്ചയും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. മക്കളുടെ ചുമതലയും അദ്ദേഹത്തിൻ്റെ തലയിൽ വന്നുവിട്ടു. ഭരണാധികാരികളുടെ അപ്രീതി ഒരു ഭാഗത്ത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റൊരു ഭാഗത്ത്, കുടുംബ ഭരണ ചുമതല വേറൊരു തരത്തിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതിൻ്റെ കൂടെ ആന്ധ്യവുമായി, അങ്ങനെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അന്ധകാരത്തിൽ വല്ലാണ്ട് കഷ്ടപ്പെട്ട മിൽട്ടൺ ആ അന്ധകാരത്തെ എല്ലാം അവസാനിപ്പിക്കുമാറ് തൻ്റെ പ്രതിഭാശക്തി കൊണ്ട് സൃഷ്ടിച്ച ഒരു കെടാവിളക്കാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന ഈ കാവ്യം. മിൽട്ടൺ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ധാർമ്മിക നിഷ്ഠയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ ധർമ്മനിഷ്ഠയിൽ അടിയുറച്ചൊരു ജീവിതം നയിച്ച ആളാണ്. ചെറുപ്പകാലത്ത് തന്നെ കവിത എഴുതുമായിരുന്നു. ഇംഗ്ലീഷിലും ലത്തീനിലും വളരെ നന്നായിട്ട് കവിത എഴുതുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഭാവി തലമുറയ്ക്ക് മുഴുവൻ മാർഗദർശകമാകത്തക്ക വിധത്തിലുള്ള അതിവിശിഷ്ടമായൊരു കാവ്യം രചിക്കണമെന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കരുക്കൾ ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹം ലോക സഞ്ചാരം നടത്തി. യൂറോപ്പ് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. അതിനിടയിൽ അദ്ദേഹം ഗലീലിയയും മറ്റുമൊക്കെ ചെന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള പല വ്യക്തികളുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. ഈ സമയത്താണ് ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള സമര പരമ്പരകൾ ഇംഗ്ലണ്ടിൽ അരങ്ങേറുന്നത്. അപ്പോൾ തൻ്റെ ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ താൻ വിദേശയാത്ര നടത്തുന്നത് അനഭിലഷണീയമാണ് എന്ന്, അത് അധാർമികവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്ന് ഈ സമരത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് അതിൻ്റെ ഒരു ബൗദ്ധിക പ്രചോദനമെന്ന് പറഞ്ഞ സമരത്തിൻ്റെ ബൗദ്ധിക പ്രചോദനമെന്ന് പറയുന്നത് മിൽട്ടൺ ആയിത്തീർന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അത് അപ്രതീക്ഷിതമായി ആ പുതിയ ഭരണക്രമം അവസാനിച്ചു. വലിയ തിരിച്ചടികൾ അതിനുണ്ടായി. അതിൻ്റെ തിരിച്ചടികൾ മിൽട്ടണും നേരിടേണ്ടി വന്നു. തൻ്റെ പോരാട്ടം പരാജയപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ പോലും അദ്ദേഹം തൻ്റെ ആദർശങ്ങളിൽ നിന്ന് വിട്ടുമാറാനായിട്ട് കൂട്ടാക്കിയില്ല. ഏതാണ്ട് 25 കൊല്ലത്തോളം 2 വ്യാഴവട്ടക്കാലം അദ്ദേഹത്തിന് കാവ്യരചന തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായിട്ട്. പക്ഷേ ജീവിതാന്ത്യത്തിൽ അതും തനിക്ക് ആന്ധ്യം ബാധിച്ചതിന് ശേഷം
അദ്ദേഹം തൻ്റെ ആദിമ ലക്ഷ്യത്തിലേക്ക്, അതായത് ഭാവി തലമുറയ്ക്ക് മുഴുവൻ മാർഗദർശകമാകുന്ന ഒരു കാവ്യം രചിക്കണമെന്ന് തന്നിടയ്ക്ക് നിർത്തിവെച്ച ആ ഒരു പദ്ധതിയിലേക്ക് അദ്ദേഹം വീണ്ടും വന്നുവിടുക. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന് എഴുതാൻ വയ്യ. സെക്രട്ടറിമാരെ വെച്ചാണ് ഈ കവിത അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ കവിതയുടെ പ്രമേയം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ചിരസ്ഥായിയായ ഒരു പ്രമേയം, എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു പ്രമേയം വേണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് വിശാലമായൊരു ക്യാൻവാസ് വേണം എന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ പുണ്യപുരാണ പുരുഷനായ ആർതറിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു കാവ്യം രചിക്കണമെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അതിന് ചിരകാലത്തേക്ക് നിലനിൽക്കാനുള്ള ഒരു മൂല്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ദൈവിക കഥയെ തന്നെ, പ്രപഞ്ച സൃഷ്ടി മുതൽ ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം വരെ അടങ്ങുന്ന ആ ദൈവിക കഥയെ തന്നെ തൻ്റെ മഹാകാവ്യത്തിന് പ്രമേയമാക്കുകയാണ് മിൽട്ടൺ ചെയ്തത്. മിൽട്ടൻ്റെ കഥയ്ക്ക് 2 അടരുകളുണ്ട്. ഒന്ന് മാലാഖമാരുടെ പതനം, 2 ഏദൻ തോട്ടത്തിൽ നിന്നുള്ള ആദത്തിൻ്റെയും ഔവയുടെയും പതനം. അപ്പം മാലാഖമാരുടെയും മനുഷ്യൻ്റെയും പതനം എന്നുള്ള അത് രണ്ടിൻ്റെയും മൂലകാരണം ദൈവത്തിനോടുള്ള ധിക്കാരമാണ്, അഹന്തയാണ്. അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. സ്വർഗത്തിൻ്റെ മുഴുവൻ അധിനായകത്വം തൻ്റെ പുത്രനാണെന്ന്, ദൈവപുത്രനാണെന്ന് ദൈവം പറഞ്ഞതിനെ ലൂസിഫർ, മാലാഖമാരുടെ ഒരു നേതാവാണ്, ലൂസിഫർ എതിർക്കുന്നതോടെയാണ് ഈ കാവ്യത്തിൻ്റെ ആരംഭം. അപ്പോൾ അത് ലൂസിഫറിന് സ്വന്തമായ യുക്തിയുണ്ട്. ദൈവം പറഞ്ഞത് എല്ലാം തന്നിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഇതൊരു പക്ഷേ ബൈബിളിലെ കാഴ്ചപ്പാടിൽ നിന്ന് ന്യൂട്ടൺ പുതിയൊരു വ്യതിയാനം കൊണ്ടുവരുന്നതാണ്. ദൈവം എല്ലാം തന്നിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ന്യൂട്ടൺ പറയുന്നത്. സാത്താൻ പറയുന്നത് തങ്ങളെ ആരും സൃഷ്ടിച്ചതല്ല, തങ്ങൾ സ്വയം ഉണ്ടായതാണ്, സ്വയംഭൂവാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനുള്ള ബാധ്യത തങ്ങൾക്കില്ല എന്നാണ് സാത്താൻ പറയുന്നത്. അങ്ങനെ ആണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്, ദൈവവും സാത്താനും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം 3 ദിവസം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. 3-ാം ദിവസം ദൈവപുത്രൻ വന്ന് തൻ്റെ പ്രകാശശൈലത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ വജ്രായുധം ചുഴറ്റി സാത്താനെയും കൂട്ടരെയും, ലൂസിഫറിനെയും കൂട്ടരെയും സ്വർഗത്തിൽ നിന്ന് നരകാഗ്നിയിലേക്ക് തള്ളിയിടുകയാണ്. അവിടെ അവർ 9 ദിവസം പ്രജ്ഞയറ്റ് കിടന്നു. അവസാനം ഉറക്കമുണർന്ന, അല്ലെങ്കിൽ ബോധം തെളിഞ്ഞ ലൂസിഫർ തൻ്റെ അനുയായികളെ വിളിച്ചുണർത്തുകയാണ്. അന്യാദൃശമായ വാഗ്വിലാസമുള്ള ഒരാളാണ് ഇവിടുത്തെ ലൂസിഫർ. തൻ്റെ വാഗ്വിലാസത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് ഈ തൻ്റെ അനുയായികളെ സജ്ജരാക്കാൻ ലൂസിഫറിന് കഴിഞ്ഞു. എങ്ങനെ വേണം, അതിനൊരു പ്രത്യേക ഒരു കൊട്ടാരമുണ്ടാക്കിയിരുന്നു. സ്വർഗത്തിൻ്റെ അഗ്നി, നരകത്തിൻ്റെ അഗ്നിയിൽ നിന്നും മറ്റോ അകലെ പാൻഡമോണിയം എന്ന് പറഞ്ഞ ഒരു കൊട്ടാരമുണ്ടാക്കി അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ സംഘം ദൈവത്തിനെതിരെ ആലോചന നടത്തുന്നത്. അപ്പോൾ എന്താണ് അടുത്ത നടപടിക്രമം എന്നാലോചിച്ചു. അപ്പോൾ ഈ സമയത്ത് ഇവർ പ്രജ്ഞയേറ്റ് കിടന്ന സമയത്ത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരുന്നു, സമസ്ത ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരുന്നു, ആദത്തെയും ഔവയെയും സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ തങ്ങളുടെ അഭാവത്തിൽ ദൈവം സൃഷ്ടിച്ച ഈ പുതിയ ലോകത്തെ, മനുഷ്യവംശത്തെ നശിപ്പിക്കുന്നത് വഴി, അവരെ വഴിപിഴപ്പിക്കുന്നത് വഴി ദൈവത്തോടുള്ള തങ്ങളുടെ പ്രതികാരം ചെയ്യാം എന്ന് ലൂസിഫറും സംഘവും തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ലൂസിഫർ ഭൂമിയിലേക്ക് വരുന്നു. അത് നരകത്തിൻ്റെ വാതിലുകളെല്ലാം കടന്ന് ദൈവം സൃഷ്ടിച്ച എല്ലാ പ്രതിബന്ധങ്ങളെയും സൂത്രത്തിൽ മറികടന്ന് ലൂസിഫർ ഭൂമിയിലേക്ക് വരികയാണ്, പിന്നെ താഴ്ന്നിറങ്ങി വരികയാണ്. അപ്പോൾ അതിൻ്റെ വർണ്ണനയൊക്കെ ഉണ്ട്. ഈ അരൂപികളുടെ സഞ്ചാരത്തെപ്പറ്റി വളരെ രസകരമായി മിൽട്ടൺ വർണ്ണിക്കുന്നുണ്ട്. അതായത് ഈതർ എന്ന് പറഞ്ഞ നേർത്ത ആ പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്നു ഇവർ. അപ്പോൾ അതിന് ഈ ആത്മാക്കൾക്ക് സഞ്ചരിക്കാൻ മുകളിൽ നിന്ന് താഴേക്ക് വരാൻ കുറച്ച് പ്രയാസമാണ്.
അതേസമയം ഉയർന്നു പോകാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ പറപ്പിക്കുന്നതില്ലേ, അത് താഴേക്ക് കൊണ്ടുവരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സാത്താൻ ഭൂമിയിലേക്ക് വരുന്നത്. അവിടെ വന്ന് ദൈവം സൃഷ്ടിച്ച പുതിയ ലോകം സാത്താൻ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ നമ്മൾ ബൈബിളിൽ കാണുന്നത് പോലെ ഔവയെ സമീപിക്കുന്നു. അവളെ തൻ്റെ വാക്ചാതുരി കൊണ്ട്, സർപ്പത്തിൻ്റെ രൂപത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ബൈബിളിൽ പറയുന്നുണ്ട്, ഏദൻ തോട്ടത്തിലേക്ക് ആദത്തെയും ഔവയെയും ആക്കുമ്പോൾ ദൈവം ഒരു വാക്ക് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഒരു താക്കീത് കൊടുത്തിരുന്നു. അവിടെയുള്ള നന്മ തിന്മകളുടെ ആ വൃക്ഷം, തിരിച്ചറിവിൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന്. സാത്താൻ വന്ന് അവയോട് സംസാരിച്ചു, സർപ്പത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ സാത്താൻ്റെ മധുര വചനങ്ങളിൽ ആകൃഷ്ടയായി. വളരെ നന്നായി സംസാരിക്കാൻ സാത്താന് കഴിയും. അന്യാദൃശമായിട്ടുള്ള ഒരു വൈഭവം അയാൾക്കതിലുണ്ട്. അപ്പോൾ അതിലാകൃഷ്ടയായി ഔവ അയാളുടെ പ്രശംസയാണ്. ഒന്നാമതെ ഔവ എന്ന് പറഞ്ഞ ഭൂലോക സുന്ദരിയാണ്. അവൾക്ക് തൻ്റെ സൗന്ദര്യം തന്നെ തനിക്ക് തന്നെ കണ്ടിട്ട് മതിവരാത്ത സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെ പ്രശംസിച്ചു സാത്താൻ. അത് കേട്ട് അവൾക്ക് വളരെ സന്തോഷമുണ്ടായി. മാത്രമല്ല, ഒരു പാമ്പ്, ഒരു സർപ്പം സംസാരിക്കുന്നത് കേട്ട് കൗതുകമുണ്ടായി. അവ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ സർപ്പമായി നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ സർപ്പം പറഞ്ഞു, ഞാൻ ഈ വൃക്ഷത്തിൻ്റെ കനി തിന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരശേഷി ഉണ്ടായത്. നിനക്കും ആ കനി തിന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അത്ഭുതകരമായിട്ടുള്ള പല സിദ്ധികളും ഉണ്ടാകും, പുതിയ അറിവുകൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഔവ ആ കനി ഭക്ഷിക്കുകയാണ്. അപ്പോൾ ഈ കനി ഭക്ഷിച്ചാൽ ആപത്താണ് എന്ന് ആദത്തിനറിയാം. ഔവ ആ കനി ഭക്ഷിച്ചിരിക്കുന്നുവെന്ന് ആദത്തിന് മനസ്സിലായി. പക്ഷേ തൻ്റെ കൂട്ടുകാരി നഷ്ടപ്പെടുന്നതിൽ, അവൾ ഒറ്റയ്ക്ക് മരിക്കുന്നത് ആദത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് മിൽട്ടൺ വരുത്തുന്ന ഒരു വ്യതിയാനമാണ്. ആദവും ആ കനി ഭക്ഷിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരാകുന്നു. അങ്ങനെ പറുദീസയിൽ നിന്ന് നിഷ്കാസിതരാകുന്നു. സാത്താനും ആദിമാതാപിതാക്കന്മാരും ദൈവത്തിൻ്റെ ശാപത്തിന് വിധേയരാകുന്നു. ഇതാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ആ കഥ. ഈ കഥയെ തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള പ്രതിഭാവിലാസം കൊണ്ട് പുനഃക്രമീകരിച്ച് അതിൻ്റെ വിശദാംശങ്ങളിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു കാവ്യമാക്കി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് മിൽട്ടൺ. അദ്ദേഹം ആദ്യം എഴുതുമ്പോൾ 10 കാണ്ഡങ്ങളാണ് ഇതിനുണ്ടായിരുന്നത്, 10 ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ 10 ഭാഗങ്ങൾ അദ്ദേഹം വളരെയധികം സാമ്പത്തിക ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എഴുതുന്നത്. കാരണം രാജകോപത്തിനിരയായ ഒരാളാണ് മിൽട്ടൺ. മാത്രമല്ല, ഏത് നിമിഷവും അദ്ദേഹത്തെ വധിക്കാം. അതായത് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് അർഹമായിട്ടുള്ള കുറ്റം ചെയ്ത് അങ്ങനെ ഒളിവിൽ പാർക്കുന്ന ഒരാളാണ്. പക്ഷെ മിൽട്ടൻ്റെ അന്യാദൃശ്യമായിട്ടുള്ള പ്രതിഭാവിലാസത്തിലെ ബഹുമാനം തോന്നി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളിൽ ചിലർ തന്നെ അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം കൊടുത്തു എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും രസകരമായൊരു കാര്യം. അങ്ങനെ തന്നെ ബഹുമാനിക്കുന്ന തൻ്റെ ശത്രുക്കളുടെ ഇടയിൽ ജീവിച്ച മിൽട്ടൺ തൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ഈ കാവ്യം എഴുതി തീർത്തു. 10 വാല്യങ്ങൾ, 10 പുസ്തകങ്ങളാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകത്തിന് വ്യാപകമായ ജനപ്രീതി കിട്ടിയെങ്കിലും മിൽട്ടണ് അതുകൊണ്ട് കാര്യമായ സാമ്പത്തിക ലാഭമൊന്നും ഉണ്ടായില്ല. വെറും 5 പവനാണ് അദ്ദേഹത്തിന് അന്ന് പ്രതിഫലമായിട്ട് കിട്ടിയത്. പക്ഷേ അതിൽ കവിഞ്ഞ ജനപ്രീതിയും അംഗീകാരവും അദ്ദേഹത്തിന് കിട്ടി. അതിലാവേശം കൊണ്ട് അദ്ദേഹം ആ കാവ്യം ഒന്നുകൂടി തിരുത്തി എഴുതി. ഗ്രീക്ക് കവിയായ വെർജിലിൻ്റെ ഏനിഡ് എന്ന കാവ്യത്തിൻ്റെ ആ മാതൃകയിൽ അദ്ദേഹം ആ കാവ്യത്തെ 12 പുസ്തകങ്ങളായിട്ട്, 12 സർഗങ്ങളായിട്ട് പുനഃക്രമീകരിച്ച് വീണ്ടും ആ പതിപ്പാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. 12 വാല്യങ്ങളുള്ള പുതിയ പതിപ്പാണ് ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇത് സൃഷ്ടികർമ്മം മുതൽ യേശുവിൻ്റെ രക്ഷാകര ദൗത്യം വരെയുള്ള ഭാഗങ്ങളെ തൻ്റെ ഭാവനാശക്തി കൊണ്ട് പുനർക്രമീകരിച്ചിരിക്കുകയാണ്. ഒരു കാലഗണനാപരമായിട്ടുള്ള പൊരുത്തമനുസരിച്ചുള്ള ഒരു എഴുത്തല്ല ഇതുള്ളത്, ക്രൊണോളജിക്കലല്ല. അത് കഥയുടെ ഒരു നിർണായക സന്ധിയിൽ കാവ്യം ആരംഭിക്കുക എന്നുള്ള അന്നത്തെ കാലത്തെ ഒരു രീതി അനുസരിച്ച് ആണ് കാവ്യം ആരംഭിക്കുന്നത്. കാവ്യത്തിൻ്റെ തുടക്കം തന്നെ വളരെ വളഞ്ഞ വഴിയിലാണ്. താനിത് ഈ കാവ്യം എഴുതാൻ പുറപ്പെട്ടതിൻ്റെ ഒരു യുക്തി അദ്ദേഹം മിൽട്ടൺ ആദ്യം പറയുന്നുണ്ട്.
അതായത് ലോകത്തിന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെപ്പറ്റിയുള്ള ഒരു വെളിച്ചം കൊടുക്കാൻ, ദൈവത്തിൻ്റെ നിഗൂഢമായ പദ്ധതികളെപ്പറ്റി ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. ഭാവി തലമുറ വഴിതെറ്റി പോവാതിരിക്കാനുള്ള ഒരു മാർഗം എന്നുള്ളതാണ് തൻ്റെ കാവ്യ ലക്ഷ്യം എന്ന് അദ്ദേഹം ആദ്യമേ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒന്നാം സർഗത്തിൽ നാം കാണുന്നത്, ഈ ആമുഖം കഴിഞ്ഞാൽ പിന്നെ ഈ ദൈവികമായ യുദ്ധം, സാത്താനും ദൈവവും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ് നരകാഗ്നിയിൽ ഉരുകുന്ന ലൂസിഫറിനെയും സംഘത്തെയുമാണ്. നിരാശരായ തൻ്റെ സഹപ്രവർത്തകരെ ലൂസിഫർ തൻ്റെ പ്രസംഗ വൈഭവം കൊണ്ട് ഉത്തേജിപ്പിക്കുകയാണ്. രണ്ടാമതൊരു യുദ്ധത്തെപ്പറ്റി അവരാലോചിക്കുകയാണ്, എങ്ങനെയാണ് ദൈവത്തെ നേരിടേണ്ടത്. അപ്പോഴാണ് അദ്ദേഹം ഈ ചെകുത്താൻ്റെ ഒരു സഹായി, ഒരുപാട് സഹായിമാരുണ്ട്, അവർക്കെല്ലാം പേരുകളുണ്ട്, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. വിശാലമായൊരു കാവ്യത്തിൽ ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ഈ ലൂസിഫറിൻ്റെ സഹായികളായിട്ട്. അപ്പോൾ ഒരു സഹായി പറഞ്ഞു, ഇവിടെ ഒരു പുതിയ ലോകം, നമ്മളിങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു പുതിയ ലോകം, ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ട്, അവിടെ മനുഷ്യരുണ്ട്, ആ മനുഷ്യൻ്റെ നേർക്കാവാൻ നമ്മുടെ പ്രതികാരം. അപ്പോൾ അതിനുവേണ്ടി ലൂസിഫർ ഭൂമിയിലേക്ക് പോവുകയാണ്. ആ യാത്രയൊക്കെ വളരെ മനോഹരമായിട്ട് മിൽട്ടൺ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ഈ സാത്താൻ്റെ യാത്ര കാണുന്നു. മനുഷ്യന് വരാൻ പോകുന്ന ആപത്തിനെപ്പറ്റി ദൈവത്തിന് അറിയാം. പക്ഷേ മനുഷ്യന് ആപത്തിൽ നിന്നും ഒഴിയാനുള്ള ഇച്ഛാശക്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്ന് ദൈവം തീരുമാനിക്കുന്നു. അതാ തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ദൈവപുത്രൻ മുന്നോട്ട് വന്ന് മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന ആ സർവനാശത്തിൽ നിന്നും ആ വംശത്തെ രക്ഷിക്കാൻ താൻ സന്നദ്ധനായിരിക്കും എന്ന് അറിയിക്കുന്നുണ്ട്. ദൈവം അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദത്തിനെ ഹവ്വയെ നേരിടുന്ന ആ സാത്താനിൽ നിന്ന് നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മുന്നറിവ് കൊടുക്കാൻ, അതിൻ്റെ അപകടത്തെപ്പറ്റി മുന്നറിവ് കൊടുക്കാൻ വേണ്ടി ദൈവം റഫായേൽ മാലാഖയെ അയക്കുന്നുണ്ട് ഏദൻ തോട്ടത്തിലേക്ക്. റഫായേൽ മാലാഖ വന്നിട്ട് ആണ് ഈ സ്വർഗീയ യുദ്ധത്തിൻ്റെ, ദൈവവും സാത്താനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കഥ വിവരിച്ചു കൊടുക്കും. വളരെ വിശദമായിട്ട് ആ കഥ, എങ്ങനെയാണ് ഈ സാത്താൻ ദൈവത്തിനെതിരായത്, എങ്ങനെയാണ് ഈ അഹന്ത സാത്താനെ പിടികൂടിയതും സാത്താൻ ദൈവത്തിന് അനഭിമതനായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് റഫായേൽ മാലാഖ പറയുന്നു. മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അതായത് ഒരു കാരണവശാലും നീ ഈ മരത്തിൻ്റെ, നിഷിദ്ധമായ മരത്തിൻ്റെ കനി ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കും. ഇത് മുന്നറിവ് കൊടുത്തിട്ട് റഫായേൽ മാലാഖ പോയി. അങ്ങനെ സാത്താൻ ഏദൻ തോട്ടത്തിൽ വന്നു. അവിടെ ആദവും ഹവ്വയും ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആ നിഷ്കളങ്ക സൗന്ദര്യം കണ്ട് സാത്താൻ അത്ഭുത സ്തബ്ധനായി കുറച്ചു നേരം നിന്നുപോയി. താൻ ഇവരെ ഉപദ്രവിക്കണോ എന്നൊരു ചിന്താക്കുഴപ്പത്തിലായി സാത്താൻ. കാരണം ഇവരുടെ ആ ഒരു നിഷ്കളങ്കതയും സൗന്ദര്യവും എല്ലാം കൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഇളക്കം. എങ്കിലും ദൈവം തന്നോട് ചെയ്ത ദ്രോഹം ആലോചിച്ചപ്പോൾ, ക്രൂരത ആലോചിച്ചപ്പോൾ സാത്താന് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ശരി, താൻ വന്ന കാര്യം നടത്തിക്കളയാം എന്ന് കരുതി ഒരു തനിക്ക് പ്രവേശിക്കാൻ ഒരു അവസരം കാത്ത് ഇവരുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് സാത്താൻ കഴിയുകയാണ്. ഹവ്വ ഉറങ്ങിക്കിടന്നപ്പോൾ ഉറക്കത്തിൽ ഇവളെ പ്രലോഭിപ്പിക്കാം, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടവളെ പ്രലോഭിപ്പിക്കാനായിട്ട് ലൂസിഫർ ഒരു ശ്രമം നടത്തി. അപ്പോൾ ദൈവദൂതനായിട്ടുള്ള ഗബ്രിയേൽ വന്ന് സാത്താനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പിന്നീട് സാത്താൻ ഇങ്ങനെ അവസരം പാത്ത് കഴിയുകയാണ്. പിന്നീട് സൂത്രത്തിൽ വീണ്ടും സാത്താൻ ഏദൻ തോട്ടത്തിൽ വന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ ഹവ്വയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ തൻ്റെ വാക്ചാതുരി കൊണ്ട് മയക്കിയെടുത്ത് അവൾക്ക് കനി കൊടുത്തു. അവളത് ഭക്ഷിച്ചു. അതിൻ്റെ ലഹരിയിൽ അവൾ സ്വയം മറന്നുപോയി. ഈ ആപത്തിനെപ്പറ്റി ആദത്തിന് തിരിച്ചറിവ് കിട്ടിയെങ്കിലും അവയോടുള്ള സ്നേഹം കൊണ്ട് അവൾ ഒറ്റയ്ക്ക് മരിക്കുന്നത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആദവും ആ കനി തിന്നു. അങ്ങനെ അവർ തങ്ങളുടെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടതായി അവർക്ക് ബോധ്യമുണ്ടായി. അവർ കരഞ്ഞു, പശ്ചാത്തപിച്ചു. ആദത്തിനും ഹവ്വയ്ക്കും വിധിച്ചിരിക്കുന്ന ശിക്ഷ അറിയിക്കാൻ
ദൈവം തൻ്റെ പുത്രനെ വീണ്ടും ഏദൻ തോട്ടത്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ പുത്രനായ ശിക്ഷ പ്രഖ്യാപിച്ചു. ആദത്തിന് ഹവ്വയ്ക്കും മരണമുള്ള ഒരു ജീവിതം വിധിച്ചു. സാത്താനും കിട്ടിയ ശിക്ഷ, അതായത് പൊടി തിന്ന് ഇങ്ങനെ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കാനുള്ള ശിക്ഷയാണ്. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിലെ വിജയം കഴിഞ്ഞ് അത് ആഘോഷിക്കുകയാണ് സാത്താനും കൂട്ടരും നരകത്തിൽ പോയിരുന്ന്. പക്ഷേ അവിടുന്ന് ആണ് ഈ ശിക്ഷാവിധിയെപ്പറ്റി സാത്താൻ മനസ്സിലാക്കുന്നത്. അതോടെ സാത്താനും മറ്റും ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്ക് ആയി. പിന്നീട് നാം കാണുന്നത് ആദത്തിനെയും ഹവ്വയെയും പറുദീസയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ദൈവം മിഖായേൽ മാലാഖയെ അയക്കുന്നതാണ്. മിഖായേൽ മാലാഖ വന്നു ആദത്തിന് ഹവ്വയ്ക്കുമുള്ള ആ ശിക്ഷാവിധി അറിയിച്ചു, അവരെ പുറത്താക്കാനുള്ള തീരുമാനം അറിയിച്ചു. പക്ഷെ അതിനു മുമ്പായിട്ട് ഒരു കാഴ്ച മിഖായേൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ജലപ്രളയം, മനുഷ്യൻ്റെ പാപം കൊണ്ട് എങ്ങനെയാണ് ഈ ലോകം നശിക്കാൻ പോകുന്നത്, ജലപ്രളയം വരെയുള്ള ഒരു കാഴ്ച മിഖായേൽ ആദത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇതൊന്നും ബൈബിളിലുള്ളതല്ല, ഇത് മിൽട്ടൻ്റെ ഒരു സങ്കല്പപ്രകാരം അദ്ദേഹം സൃഷ്ടിച്ച് ചേർത്തിട്ടുള്ളതാണ്. മാത്രമല്ല, പുറത്താക്കുന്നതിന് മുമ്പായിട്ട് ഒരു രക്ഷകൻ വരും എന്നുള്ള കാര്യവും കൂടി ആദത്തിന് മിഖായേൽ മാലാഖ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പറുദീസ നഷ്ടപ്പെട്ടെങ്കിലും കിട്ടാനുള്ള ഒരു പറുദീസയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആദവും ഹവ്വയും കൈകോർത്ത് പിടിച്ച് ഏദൻ തോട്ടത്തിൻ്റെ വെളിയിലേക്ക് നടന്നു. അങ്ങനെയാണ് ഈ കാവ്യം സമാപിക്കുന്നത്. ഇവിടെ ഈ കഥ നമുക്ക് പരിചിതമാണ്. പക്ഷേ നമുക്ക് പരിചിതമായ ഈ കഥയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കഥാപാത്രങ്ങൾക്ക് കൂടുതൽ തെളിച്ചവും കൂടുതൽ വ്യക്തിത്വവും നൽകിക്കൊണ്ട് ആണ് മിൽട്ടൺ ഈ കാവ്യം രചിച്ചിരിക്കുന്നത്. മാത്രമല്ല, 17-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയത്തിൻ്റെ അന്ധകാര നിബിഡമായ അവ്യവസ്ഥിതമായിട്ടുള്ള 17-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയത്തിൻ്റെ വളരെ വിദൂര സ്പന്ദനങ്ങൾ ലക്ഷ്യബോധമില്ലാത്ത തലമുറയ്ക്ക് ഒരു വെളിച്ചം പകരുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി എഴുതപ്പെട്ട കാവ്യമാണ് ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ രസകരമായൊരു സംഗതിയുള്ളത്, ദൈവത്തിൻ്റെ പരമാധികാരത്തെ എതിർത്ത സാത്താൻ്റെ കഥ, സാത്താൻ്റെ തകർച്ചയുടെ കഥ പറയുക വഴി ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ അംഗീകരിക്കുന്ന, അതിനുവേണ്ടി നിലകൊണ്ട മിൽട്ടൺ എന്തുകൊണ്ടാണ് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ രാജാധികാരത്തെ, രാജാവിൻ്റെ പരമാധികാരത്തെ എതിർത്തത് എന്ന് പലരും സന്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉള്ള മറുപടി ഇതാണ്: ദൈവത്തിൻ്റേത് ചിരസ്ഥായിയായ അധികാരമാണ്, എന്നുമുള്ളതാണ്. ഭൂമിയിലെ അധികാരങ്ങൾക്ക് നിലനിൽപ്പില്ല, അത് താൽക്കാലികമാണ്. അപ്പം ദൈവത്തിൻ്റെ പരമമായ അധികാരം, അതിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ അധികാരം ഒന്നുമല്ല, മനുഷ്യനിർമ്മിതമായ അധികാര സ്ഥാപനങ്ങൾ ഒന്നുമല്ല എന്നുള്ള ആ ഒരു വീക്ഷണമാണ്, വളരെ ഉന്നതമായൊരു വീക്ഷണമാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ മിൽട്ടനെ പ്രേരിപ്പിച്ചത് എന്ന് കരുതുന്നതാണ് യുക്തിസഹം. ഏതായാലും ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി ഒരുപക്ഷെ അതിനേക്കാൾ മീതയായിട്ടാണ് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റിനെ ലോക ജനത, ആസ്വാദകർ നോക്കിക്കാണുന്നത്. ഈ പാരഡൈസ് ലോസ്റ്റിന് ഒരു 2ാം ഭാഗം കൂടി മിൽട്ടൺ എഴുതുകയുണ്ടായിരുന്നു. 4 സർഗ്ഗങ്ങൾ മാത്രമുള്ള പാരഡൈസ് റീഗൈൻഡ് എന്ന് പറഞ്ഞ ഒരു 2ാം ഭാഗം യേശുവിൻ്റെ രക്ഷാകര ദൗത്യം വർണ്ണിക്കുന്ന പാരഡൈസ് റീഗൈൻഡ് എന്ന ആ കാവ്യം, അത് മിൽട്ടൻ്റെ ഈ ആദ്യത്തെ കാവ്യം പോലെ, അതിൻ്റെ 1ാം ഭാഗം പോലെ അത്ര ജനപ്രീതി നേടിയതല്ല. മാനവരാശിക്ക് എക്കാലത്തും മാർഗദർശകമായി മനുഷ്യൻ ഇന്ന് വരെ സൃഷ്ടിച്ചിട്ടുള്ള മഹാകാവ്യങ്ങളിലെ ഏറ്റവും ഉത്തമമായൊരു കാവ്യമായി പാരഡൈസ് ലോസ്റ്റ് എക്കാലവും നിലനിൽക്കും എന്നുള്ളതാണ് സത്യം. ക്രിസ്തുദർശനവുമായി ബന്ധപ്പെട്ട വേറൊരു കൃതിയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.